നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും മർദ്ദിച്ചത് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിന് കാരണമായി. വിഷയം കോടതിയുടെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞായിരുന്നു സ്പീക്കർ അനുമതി നിഷേധിച്ചത്. അതേസമയം നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നവകേരള സദസ്സിനെതിരെ ആലപ്പുഴയിൽ പ്രതിഷേധിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും മർദ്ദിച്ചത് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. കേസ് പോലീസ് അട്ടിമറിക്കുന്നുവെന്നായിരുന്നു ആരോപണം. എന്നാൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ എൻ ഷംസീർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനെ എതിർത്തു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്പോര്. ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയോ കേസുമായി സഹകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ വിത്ത് ഡ്യൂ റെസ്പെക്ട് ഇവിടെ ഒരുപാട് നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്തു. വിത്ത് ഡ്യൂ റെസ്പെക്ട് പ്ലീസ് നോ ഇറ്റ് കാൻ പെർമിറ്റ് പ്ലീസ് ഓർഡർ സോ നോ you had speak in this several times in this law. sorry ഞാൻ പറഞ്ഞല്ലോ വിത്ത് ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും ഡ്യൂ റെസ്പെക്ട് പറ്റില്ല. സോറി. തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സഭ പിരിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു. മന്ത്രിയുടെ ഇടതും വലതും നിൽക്കുന്നവർ നിയമവ്യവസ്ഥയെ പുച്ഛിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. ലക്ഷണമൊത്ത ഏകാധിപതിയായി മുഖ്യമന്ത്രി മാറിയെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. പോലീസിലെ ക്രിമിനലുകളുടെ ദൈവമാണ് പിണറായി എന്നും ഷാഫി വ്യക്തമാക്കി. KPCCയുടെ DGP ഓഫീസ് മാർച്ച്, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള അതിക്രമം, ധനകാര്യമന്ത്രി KN ബാലഗോപാൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് PC വിഷ്ണുനാഥ് നൽകിയ അവകാശ ലംഘന നോട്ടീസ്, സാബു M ജേക്കബിനെതിരെ PV ശ്രീനിജൻ നൽകിയ നോട്ടീസ് എന്നിവ സഭയുടെ പരിഗണനയിലാണെന്ന് സ്പീക്കർ അറിയിച്ചു. വോട്ട് ഓൺ അക്കൗണ്ട് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.